മലയാള സിനിമയെ സമ്പുഷ്ടമാക്കിയ അപൂർവം ചിലരിൽപ്പെട്ട ഒരാളാണ് ഇന്നലെ അന്തരിച്ച നടൻ ശ്രീനിവാസൻ. ഹാസ്യമായിരുന്നു ശ്രീനിവാസൻ്റെ മുഖ്യമായ വിഷയം. നർമ്മം, ഹാസ്യം, ഹ്യൂമർ ആൻഡ് സാറ്റയർ ഇംഗ്ലീഷിൽ. ശ്രീനിവാസൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലെ കഥാപാത്രമായിരിക്കും, അതല്ലെങ്കിൽ പൊതുവെ ആളുകൾ വെറുക്കപ്പെടുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും ശ്രീനിവാസൻ സ്വയം ഏറ്റെടുക്കുന്നത്. എന്നാൽ താരമൂല്യമുള്ള കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ ആ പടത്തിലെ നായകനെ സമ്മാനിക്കുകയും ഒടുവിൽ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളിൽ ഈ പരിഹാസത്തിന് വിധേയമാകുന്ന കഥാപാത്രമായിരിക്കും നമ്മുടെ മനസ്സിലെല്ലാം തങ്ങി നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മറവത്തൂർ കനവിലെ മമ്മൂട്ടി അഭിനയിച്ച ഒരു വേഷമുണ്ട്. അതോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് ശ്രീനിവാസൻ ചെയ്ത മരുത് എന്ന് പറയുന്ന കഥാപാത്രം. ഒരു ഗ്രാമീണനായ ഒരു കർഷകൻ്റെ വേഷമാണ് ശ്രീനിവാസൻ അത് ചെയ്യുന്നത്. മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈക്വലായിട്ട് തുല്യമായ നമ്മുടെ മനസ്സിലിടം പിടിച്ചൊരു റോളാണ് മരുത് എന്ന് പറയുന്ന കഥാപാത്രം. മറ്റൊരു കഥാപാത്രം നെടുമുടി വേണു ചെയ്ത വളരെ ഗംഭീരമായൊരു കഥാപാത്രം മറവത്തൂർ കനവ്. ലാൽ ജോസിൻ്റെ ആദ്യത്തെ സംവിധാനം ആണ് മറവത്തൂർ കനവ്. പിന്നീട് അപ്പക്കാള നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരു കഥാപാത്രമാണ് അപ്പക്കാള. തേന്മാവിൻ കുമ്പത്തിലെ അപ്പക്കാള എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ മഴയത്ത് മുംബൈയിലെ കഥാപാത്രം റഹ്മാൻ എന്ന പേരിലാണ് ശ്രീനിവാസൻ ചെയ്തത്. പക്ഷേ അതിൽ നെഗറ്റീവ് ഷെയ്ഡില്ല. പക്ഷെ അതും തുല്യമായിട്ട് ശ്രീനിവാസൻ്റെ രചനയിൽ തന്നെ വിരിഞ്ഞ കഥാപാത്രമാണ്. ഇദ്ദേഹത്തെ നന്ദൻ, മമ്മൂട്ടിയാണ് അതിൽ അഭിനയിച്ചത്. നന്ദൻ എന്ന് പറഞ്ഞ ഒരു കോളേജ് പ്രൊഫസർ കഥ പറഞ്ഞ ശോഭനയൊക്കെ അഭിനയിച്ച അതിഗംഭീരമായ പടം. പിന്നീട് മേഘം, നമുക്കെല്ലാവർക്കും ഓർമ്മയില്ല, മേഘം എന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ പ്രതിനായകനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. തമിഴൻ്റെ ഒരു ഛായയുള്ളൊരു കഥാപാത്രമായിരുന്നു. പിന്നീട് നമുക്കറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും കണ്ട ഒരു സിനിമയായിരുന്നു സരോജ് കുമാർ എന്ന് പറഞ്ഞ കഥാപാത്രം ശ്രീനിവാസൻ ചെയ്തത്. മോഹൻലാൽ ഉദയനാണ് താരം എന്ന് പറഞ്ഞ പടം. ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ, സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ. അതിൻ്റെ സീക്വൽ അല്പം വിമർശനത്തിന് വിധേയമാക്കിയെങ്കിൽ കൂടി അതിലെ ഉദയനാണ് താരത്തിലെ ഗംഭീരമായ വേഷമായിരുന്നു ശ്രീനിവാസൻ ചെയ്തത്. ചിന്താവിഷയ ശ്യാമള ശ്രീനിവാസൻ രചിച്ച് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പടമാണ് ചിന്താവിഷയ ശ്യാമളയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വിജയൻ മാഷ്. അതിരൂക്ഷമായ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ജോലിയിൽ നിന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് വിശേഷ അധ്യാപകരും ചെയ്യുന്ന കൊള്ളരുതായ്മകളെ തുറന്നു കാണിച്ചൊരു പടം കൂടിയാണ് ഈ പറഞ്ഞ ചിന്താവിഷയ ശ്യാമള. ഒരു ജോലി ഉണ്ടായിരിക്കുകയും മറ്റൊരു ജോലിയിലേക്ക് മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹം വെച്ചിട്ട് ചേക്കേറി പോകുന്ന ഒരു സ്കൂൾ അധ്യാപകൻ്റെ കഥയാണ് ചിന്താവിഷയ ശ്യാമള. അടുത്ത അദ്ദേഹം ചെയ്ത വളരെ ഏറ്റവും ചിന്തിപ്പിച്ച് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയൊരു പടമാണ് തലയണ മന്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. തലയണ മന്ത്രം, ഉർവശിയായിരുന്നു നായിക, ഇദ്ദേഹം നായകനായിട്ട്. തലയണ മന്ത്രം എന്ന് പറയേണ്ട കഥ പറയുമ്പോഴുള്ള ബാർബർ ബാലൻ്റെ വേഷം അദ്ദേഹം അനശ്വരമാക്കി എന്ന് വേണ്ട ശ്രീനിവാസൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും. അവസാനം അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമ എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രകാശൻ അതിമനോഹരമായ കഥയാണ്. അദ്ദേഹം എല്ലാ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലാണ് ശ്രീനിവാസനെ മലയാള സിനിമയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്നത്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ് ശ്രീനിവാസൻ, ഒരു സംശയവുമില്ല. പൊതുജീവിതവുമായിട്ട്, സാമാന്യ ജീവിതവുമായിട്ട്, മനുഷ്യൻ്റെ ഓർഡിനറി ലൈഫ് അഫെയർസ് ഹി ഹാസ് എ പോർട്രേറ്റ് ത്രൂ റീൽസ്. അദ്ദേഹം സിനിമയിൽ അബ്ബറപാളിയിൽ തുറന്നു കാണിച്ചത് സാധാരണക്കാരൻ്റെ ജീവിതമാണ്. മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം രോഗം ഗ്രസിച്ച് കിടപ്പിലാവുകയൊക്കെ ചെയ്തിരുന്നു. ശ്രീനിവാസൻ പലപ്പോഴായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ നിരന്തരം വിമർശിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇടതുപക്ഷ അനുകൂല
ചിന്തകളായിരുന്നു അദ്ദേഹത്തിന് കൂടുതലെങ്കിലും അദ്ദേഹം ഒരിക്കലും CPM മെമ്പർഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPIയിലോ CPM പക്ഷേ ഇടത് ചിന്താഗതിക്കാരനായിരുന്നു. ഇടത് ചിന്താഗതി എന്ന് പറയുമ്പോൾ തൊഴിലാളി അനുകൂല ചിന്ത ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ഇടത് അനുകൂല ചിന്തയുടെ ആളുകളാണ്. അടിച്ചമർത്തപ്പെടുന്നവൻ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആര് ഉണ്ടോ ഈ ലോകത്ത് അവരൊക്കെ ഇടത് ചിന്തയുള്ള ആളുകളാണ്. അത് വെറും CPM ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയാൻ CPM CPIയോ അല്ലെങ്കിൽ മറ്റ് ML പാർട്ടികളൊന്നുമല്ല. ഏത് പാർട്ടിയാണെങ്കിലും ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇടത് ചിന്ത കൈവരും. ശ്രീനിവാസൻ 1956 ഏപ്രിൽ 6 ജനിക്കുകയും 2025 ഡിസംബർ 20 ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിനും സംഭാവന ചെയ്ത സിനിമകൾ, ആശയങ്ങൾ കാലാതിർത്തിയായിട്ട് ജീവിക്കുക തന്നെ ചെയ്യും.